നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഓണമല്ലേ വരുന്നത്, വീണ്ടും ഞാൻ അടുത്തൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഇന്നലെ ഞാനൊരു ഓണപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വ്യത്യസ്ത പായസം, അത് എവിടെ നോക്കിയാലും ഓൺലൈൻ നെറ്റിലൊന്നും നോക്കിയാൽ കാണാൻ പറ്റാത്തൊരു പായസമാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിൽ തേങ്ങ എത്രയെന്ന് പറയാൻ വന്നത് 4 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിരുന്നത്. അത് പക്ഷേ ഇന്നത്തെ ആ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ഒരു ഓണപ്പാട്ടിലെ ഓലനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം ആ ഓണപ്പാട്ടിലെ ഓലൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അതേണ്ടേ, ഞാൻ ഇത്രയും കുമ്പളങ്ങ അരിഞ്ഞ് ചെറിയ രീതിയിൽ ഇങ്ങനെ ചതുര കഷ്ണത്തിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ചതുരമൊന്നുമല്ല, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അതേണ്ട ഒരു ഇത്രയും വൻപയർ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുക. പിന്നെ ഇത് 1-ാം തേങ്ങാപ്പാലും ഇത് 2-ാം തേങ്ങാപ്പാലുമാണ്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, വെളിച്ചെണ്ണ, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഈ കുമ്പളങ്ങയും പച്ചമുളകിനെയും കൂടെ നമുക്കൊന്ന് വേവിച്ചുകൊണ്ട് വരാം. അപ്പോൾ വേണ്ടേ, ഞാൻ കുമ്പളങ്ങയും പച്ചമുളകും കൂടെ കുറച്ച് വെള്ളത്തിൽ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതായിരുന്നു ഇതന്നെ കുറച്ച് വെള്ളം വെച്ചത്. ഇതെന്തായാലും ഇരുന്ന് ഇങ്ങനെ വേവട്ടെ. നമ്മുടെ കുമ്പളങ്ങയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് വൻപയർ എടുത്തിടുക ചെയ്യുന്നത് കേട്ടോ. വൻപയർ എടുത്തിട്ടു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ അതേണ്ടേ, 2-ാം പാൽ നമ്മളൊന്ന് അരിച്ച് വെച്ചിരുന്നേ. എന്നാൽ ഒന്നുകൂടെ ഒന്ന് അരിക്കുമ്പോൾ അതാണ് ഇങ്ങനെ ഒന്നുകൂടെ ക്ലിയർ ആവണമെങ്കിൽ 2 പ്രാവശ്യം അരിച്ചെങ്കിലേ ക്ലിയർ ആവത്തുള്ളൂ. അല്ലെങ്കിൽ തേങ്ങയുടെ പീരയൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇനി നമുക്കിതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ പാല്, ഈ രണ്ടാം പാല് ഈ കുമ്പളങ്ങയിലും പയറിലും ഒക്കെ നന്നായിട്ട് ചേരണം, യോജിച്ച് ചേരണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തിളയ്ക്കരുത്. തിളയ്ക്കുന്ന പറയുന്നത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിളയ്ക്കത്തില്ല കേട്ടോ. അത് രണ്ടും കൂടെ അങ്ങ് നല്ലപോലെ യോജിച്ച് ചേരും. അങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഈ 2-ാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ. എന്നിട്ട് വേണം 2-ാം പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ 2-ാം പാലിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഇളക്കി കൊടുക്കുമ്പോഴാണ് ആ കുമ്പളങ്ങയിലും പയറിലേക്കും ഒക്കെ പാല് നന്നായിട്ട് യോജിച്ച് ചേരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ 1-ാം പാൽ ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് വേണ്ട ഈ പാലും എന്താ പറയുക, തേങ്ങാപ്പാലും കുമ്പളങ്ങയും പയറും ഒക്കെ ആയിട്ട്. പിന്നെ വൻപയർ ഇത്രയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഞാൻ അത്രയും വേവിച്ചപ്പോൾ അത്രയും വൻപയർ ഉണ്ടായിട്ട് ഞാനത് മൊത്തം ഇട്ടതാണ്. അപ്പോൾ വൻപയർ ഇച്ചിരി കുറച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ച വൻപയർ മൊത്തം വൻപയറല്ലേ, നല്ലതല്ലേ, ഗുണമുള്ളതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഇതിനകത്തങ്ങ് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ വൻപയറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കാവുന്നതുമാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പറ്റണം കേട്ടോ. നന്നായിട്ട് ഒന്ന് പറ്റിയിട്ട് വേണം നമ്മൾ കാരണം ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ ജസ്റ്റ് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ചൂടാകാനാണ്. പിന്നെ കറിവേപ്പിലും വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒത്തിരി നന്നായിട്ട് പറ്റിക്കോട്ടെ. പറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചാൽ മതി. പിന്നെ ഇതിന് നമ്മൾ അരമുറി തേങ്ങയുടെ പാലാണ് ചേർത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഓണപ്പായസം വെച്ചപ്പോൾ അതിനകത്ത് ഞാൻ എത്രയാണ് തേങ്ങ ചേർത്തതെന്ന് പറഞ്ഞില്ല. അത് 4 തേങ്ങയുടെ തേങ്ങാപ്പാലായിരുന്നു ഞാൻ ചേർത്തത്. ഒരു പക്ഷേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ പറഞ്ഞാൽ അതും കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാവും. ആ ഒരു ഓണപ്പായസത്തിന് ഞാൻ 4 തേങ്ങയുടെ, പക്ഷെ അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. തേങ്ങാപ്പാലിനെ പറയുന്നുള്ളൂ, 4 തേങ്ങയുടെ തേങ്ങാപ്പാലെന്ന് ഞാൻ പറയുന്നില്ല അതിനകത്ത്. അപ്പം അത് ഓർത്തുകൊള്ളുക. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കുറുകിയിട്ട് വേണം നമുക്ക് ഫസ്റ്റ് തേങ്ങാപ്പാലായിട്ട് നമ്മൾക്ക് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഞാൻ ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കട്ടെ. ഇതിങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു. അത് ഞാൻ 2 പ്രാവശ്യം റെഡിയാക്കി അരച്ച് വെച്ചിരുന്ന തേങ്ങാപ്പാലാണേ. വേണ്ട, തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് ചേർന്നു. അപ്പോൾ ഇനി തിളയ്ക്കരുത്, തിളയ്ക്കാൻ പാടില്ല. തീ കുറച്ച് തന്നെ ഇടുക. ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണേ. ഉപ്പൊക്കെ നോക്കുക, ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പിൻ്റെ കാര്യം മറന്നു പോകരുത്. ഓണപ്പാട്ടിലെ ഓലൻ എന്താണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഓണപ്പാട്ടിലെ ഓലനാണ് കേട്ടോ. അപ്പം മറന്നു പോകാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അടുത്തുള്ള ഒരു
ബെല്ല് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ വരുന്നതായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ ആരും മറന്നു പോകണ്ട. അപ്പം വീണ്ടും ഞാൻ അടുത്ത ഇതുപോലെ ഒരു വിഭവമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ.